ഫ്രൂട്ട്സ് പ്ലാന്റുകൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇപ്പൊ പ്ലാവ് നോക്കുകയാണെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എർലിന്റെ പ്ലാവാണ് ഈ നിൽക്കുന്നത്. ഇത് കാലാപ്പാടി മാവാണ്. കാലാപ്പാടി വലിയ മാവനെയാണ്. നല്ല കടവണ്ണം നോക്ക്, നല്ല കടവണ്ണുള്ള സൈസാണ്. 30 രൂപ കൊടുക്കാം അല്ലേ? 30 രൂപ കൊടുക്കാം. തായ് ജംബോ സപ്പോട്ടയാണ്. അത്രയും കടവണ്ണുള്ള മാവ് നമുക്ക് 1500 കൊടുക്കാം. എന്റെ പേര് മുസ്തഫ. ഇത് ചാടിക്കല്ല് എന്ന സ്ഥലം, മഞ്ചേരിയിൽ നിന്ന് കീശേർ റൂട്ടില് ചാടിക്കല്ല് എന്ന സ്ഥലത്താണ് നമ്മളെ ഗ്രീൻ ഗേറ്റ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മഞ്ചേരി കറക്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ടാവും? മഞ്ചേരി കറക്റ്റ് 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ, കറക്റ്റ് 3 കിലോമീറ്റർ ഉള്ളിലായിട്ട്. ഇവിടെ ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇപ്പൊ പ്ലാവ് നോക്കുകയാണെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എർലിന്റെ പ്ലാവാണ് ഈ നിൽക്കുന്നത്. കാഴ്ച നിൽക്കുന്നത്. ഇതിപ്പോ ഡ്രമ്മിലാണ് ഇരിക്കുന്നത്. ഡ്രമ്മിൽ വെച്ചിട്ടുള്ളതാണ്. ഈ പ്ലാന്റ് അടക്കം നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെതായ ഒരു ചക്കയോട് കൂടെയുള്ള പ്ലാന്റ്. ഇത് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്, ചക്കായിട്ടുള്ള പ്ലാന്റിനാണ്. നമുക്കിപ്പോ കസ്റ്റമർ ചോദിക്കാൻ എത്ര രൂപ? ഇതിപ്പോ നമ്മൾ 800 രൂപക്ക് അവിടെ കൊടുത്തോണ്ടിരിക്കണേ. ഇപ്പൊ നമ്മളൊരു ഓഫർ റേറ്റിൽ പറഞ്ഞാൽ ഒരു 700 രൂപക്ക് ഈ പ്ലാന്റ് നമുക്ക് കൊടുക്കും. അതിന്റെ പോലെ കുറെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. മോൾ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ ഉള്ളതിനാണ്, നല്ല ബുഷായിട്ടുള്ള. മാത്രമല്ല ചക്കയോട് കൂടിയിട്ട് കൊണ്ടുപോകാം. അത് 700 രൂപക്ക്, വെറും 700 രൂപക്ക് കൊണ്ടുപോകാം. ഈ ഫ്ലവർ വന്നിട്ടുള്ളത് ഏതാണിത്? ഇത് കാലാപ്പാടി മാവാണ്. കാലാപ്പാടി വലിയ മാവനെയാണ്. നല്ല കടവണ്ണം നോക്ക്, പക്ഷെ നല്ല കടവണ്ണുള്ള പൂ വന്നിട്ടുള്ള ബുഷായിട്ടുള്ള നല്ല തൈ തന്നെയാണ് ഇത്. ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം? ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3500 കൊടുക്കാം. 3500 ഈ പ്ലാന്റ്. പിന്നെ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു 750, ഒരു 500, അങ്ങനെയുള്ള 400, 200 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 200 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലാപ്പാടിന് 200 രൂപ. ഈ ഒരു സൈസ് എത്ര രൂപ കൊടുക്കാം? 750 രൂപ കൊടുക്കാം. 750 കൊടുക്കാം. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ്. ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒക്കെ തന്നെയാണ്. കാലാപ്പാടിന്റെ തൈ ഉണ്ടല്ലോ. വേറെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. പ്ലാവ് ആണെങ്കിൽ നമുക്ക് 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 50 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിയറ്റ്നാം സൂപ്പർ എർലി. ഈ ഇതൊക്കെ മാവൊക്കെ? ഇത് കാട്ടിമൂൺ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2000 കൊടുക്കാം. പൂ വന്ന മാവനാണ്. ഇത് ഫസ്റ്റ് ആയിട്ടാണ് പൂടുന്നത്? ഇത് രണ്ടാമത്തെ പ്രാവശ്യം. മാങ്ങ പിടിച്ചിട്ടില്ല. പക്ഷെ ഈ കാലാപ്പാടിയിൽ മാങ്ങ പിടിച്ചതായിരുന്നു. മാങ്ങ ഉണ്ടായിരുന്ന മാവാണ്. ഇതില് മാങ്ങ ഉണ്ടായിരുന്നു. മാങ്ങ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ മാങ്ങ ഉണ്ടായിരുന്നു. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ വന്നിരുന്നു. ഫ്ലവർ ഒന്നും മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഫ്ലവർ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. 2-3 ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാംഡോക്കുമൈന്റെ വലിയ മാവാണ്. നാംഡോക്കുമൈ. ഇതും അതൊക്കെ നാംഡോക്കുമൈ. ഏതാണ് ഇത് വെറൈറ്റി? നാംഡോക്കുമൈ ഗോൾഡ് അല്ലേ? ഗ്രീനും ഉണ്ട്. ആ ഗ്രീൻ ഇത് ഗോൾഡ് ആണ്. ഇത് നമ്മളെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന എത്ര രൂപ? ഇതൊക്കെ നമുക്ക് അതേമാതിരി തന്നെ ഒരു 3500 ഇത്ര ഈ വലിപ്പമുള്ള പ്ലാന്റ് 3500 കൊടുക്കുക. ഏകദേശം ഇപ്പൊ അത്യാവശ്യം ഒരു 10 അടി 8 അടി 9 അടി നല്ല അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയുണ്ടോ. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള. ഈ പ്രാവശ്യം തന്നെ ഫ്ലവറും കാര്യം വരാൻ സാധ്യത. ഫ്ലവർ ഉണ്ടായിരുന്നു, കായ പിടിച്ചിട്ടില്ല. പിന്നെ ഈ കാണിക്കുന്ന ഇത് J33 പ്ലാവാണ്. J33 അത്യാവശ്യം വലിയ കവറിൽ തന്നെയാണ്. നല്ല ഹെൽത്തി ബുഷ് അല്ലേ? നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മൾക്ക് എത്ര രൂപ? നമുക്ക് 800 രൂപ കൊടുക്കാം. 800 കൊടുക്കാം അല്ലേ? 800 കുഴപ്പമില്ലല്ലോ. ഇത് നമ്മള് ഓഫർ ആയിട്ട് 800 രൂപ കൊടുക്കാം. ഓഫർ ആയിട്ട് 800 രൂപ കൊടുക്കാം. ഓക്കെ, അതും ഇഷ്ടംപോലെ പ്ലാന്റ് അകത്തുണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ടോ? ഈ വലിയ ഡ്രമ്മിൽ വെച്ച ഇത് കോസേരി മാവ്. മാങ്ങ ഉണ്ടായിരുന്ന മാവാണ്. ഇപ്പൊ മാങ്ങ ഉണ്ടായിരുന്ന കോസേരി മാവ്. മാങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ലെ? കോശരി മാവൊക്കെ വർഷത്തിൽ കഴിക്കുന്നതല്ലേ? വർഷത്തിൽ കഴിക്കുന്നതാണ്. കോശരി മാവ് നമുക്ക് എത്ര രൂപ കൊടുക്കാം? അത് നമുക്ക് അതേമാതിരി ഒരു 3500 ആ റേറ്റിൽ തന്നെ കൊടുക്കാം. അത്യാവശ്യം നല്ല കടവണ്ണുള്ള നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാവാണ്. 3500 കൊടുക്കാം. പിന്നെ അത് മാവ് നോക്കുകയാണെങ്കിൽ ചക്കരക്കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ചക്കരക്കുട്ടി മാവ്. ചക്കരക്കുട്ടിന്റെ കടവണ്ണം കണ്ടോ? അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ ഉണ്ട്. ഉഷാറ് തയ്യനാണ്. ചക്കരക്കുട്ടി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങ അല്ലേ? അതിപ്പോ എങ്ങനെയാണ്? വലിയ കായ ഉണ്ടാവില്ല? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കായുള്ള മാവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാം? അതാണെന്നുണ്ടെങ്കിൽ ഒരു 4500 വരും. എന്നാൽ ചക്കരക്കുട്ടി അല്ലാതെ കിട്ടാത്തൊരു മാവാണ്. അത്യാവശ്യം എത്ര വലിപ്പമുണ്ടല്ലേ? അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് 4500 ലാസ്റ്റ് കൊടുക്കാം. കുറയ്ക്കാൻ പറ്റുമോ? ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും വരുമ്പോ കസ്റ്റമർ വരുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ വീഡിയോ കണ്ടു 4 രൂപ കൊടുക്കാം. 4 രൂപ കൊടുക്കാം. ഓക്കെ, ഇതോ അൽഫോൺസ മാവാണിത്. അത്രയും കടവണ്ണുള്ള മാവ് നമുക്ക് 1500 കൊടുക്കാം. ഇത്രയും വലുതും നല്ല കവറിലുള്ളത് 30 സൈസ് കവറിലാണ്. 30 സൈസ് കവറിൽ നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള മേലൊക്കെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് ഫ്ലവർ വരാനൊക്കെ ആയിട്ടുണ്ടോ? അതൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നോ? കായ പിടിച്ചിട്ടില്ല. ഫ്ലവർ ഉണ്ടായിരുന്ന മാവനാണ്. എന്തായാലും ഈ പ്രാവശ്യം കായ പിടിക്കുന്ന പ്രതീക്ഷയാണ്. ഇത് കൊളമ്പ് മാവ്. കൊളമ്പാണ്.
കുളമ്പ് മാവ് ആ. കുളമ്പ് മാവ് അത്യാവശ്യം നല്ല വലുപ്പം തന്നെയാണ്. കടവണ്ണൊക്കെ ഉണ്ട്. ഇതൊക്കെ 2000 രൂപക്ക് കൊടുക്കാം നമുക്ക്. 2000 രൂപ കൊടുക്കാം. ഇതില് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇതിൽ ഫ്ലവർ വന്നിട്ടില്ല. വന്നിട്ടില്ല. ഫ്ലവർ ഇപ്പൊ ഈ പ്രാവശ്യം എന്തായാലും വരും. ഇതെന്തെങ്കിലും കെട്ടി വെച്ചിരിക്കുന്നത്? അതങ്ങനെ ഇവിടെ ഈ വഴി ആയതുകൊണ്ട് ബുഷായിട്ടുള്ള ചെടിയാണ്. ബുഷുള്ള ചെടിയാണ്. ഇതിലൊരു വഴിയുണ്ട്, അപ്പൊ ഇങ്ങനെ അതിന് വേണ്ടി കെട്ടി. ശരിക്കും ഇത് അയച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത്യാവശ്യം നല്ല ബുഷായി നിൽക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു മരം തന്നെയാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത. ഓക്കെ, ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞോ? ഇത് 2000 രൂപ കൊടുക്കാം. 2000 രൂപ കൊടുക്കാം. ഓക്കെ. സപ്പോട്ട തായ് ജംബോ സപ്പോട്ടയാണ്. തായ് ജംബോ സപ്പോട്ട. കായ പിടിച്ച മരമാണ്. കായ വന്നിട്ടുണ്ട്. ഡ്രമ്മിലാണ് കായ പിടിച്ച മരമാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. നമുക്ക് എത്ര രൂപ കൊടുക്കാം? 2000 രൂപ കൊടുക്കാം. 2000 രൂപ കൊടുക്കാം. അതൊക്കെ ഇഷ്ടംപോലെ പ്ലാന്റുകൾ നമുക്ക് കവറിലുണ്ട്. ഇതിന് ചെറുതൊക്കെ ഉണ്ട്. ചെറുതുണ്ട്. അതേ വലുപ്പത്തിൽ തന്നെ കവറിലുണ്ട്. ഇതൊക്കെ ചെറുതിന് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യണത്? ആ ചെറുത് നമുക്കൊരു 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 30 രൂപ കൊടുക്കുക കവുങ്ങൊക്കെ. ഇതൊക്കെ നല്ല കടവണ്ണുള്ള നല്ല അത്യാവശ്യം നല്ല കടവണ്ണുള്ള സൈസ് കവുങ്ങൾ. ഇതല്ല, നല്ല കടവണ്ണുള്ള സൈസാണ്. 30 രൂപ കൊടുക്കാം. ഓക്കെ, ഇത് സാധനം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്റർമംഗളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ബാക്കിലൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ ഉണ്ടല്ലോ. അത് ഇതേതാ? ഇത് മലേഷ്യൻ കുള്ളൻ. മലേഷ്യൻ കുള്ളൻ. മലേഷ്യൻ കുള്ളനൊക്കെ നമുക്ക് 100 രൂപ ആയിട്ട് കൊടുക്കാം. 100 രൂപ കൊടുക്കാം. മലേഷ്യൻ കുള്ളന്റെ ഒരുപാട് ഉണ്ട് കേട്ടോ. അവിടെ സ്റ്റോക്ക് ഒരുപാട് ഉണ്ട്. ഇതൊക്കെ അതാണ്, ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് സണ്ണങ്കിന്റെ വലിയ തെങ്ങാണ്. നമുക്ക് കൊടുത്തൂടെ? കൊടുക്കാം. അതൊക്കെ 1500 രൂപ വെച്ച് കൊടുക്കാം. അതൊക്കെ ജബോട്ടിക്ക വെറൈറ്റി അല്ലേ? ഇതൊക്കെ ജബോട്ടിക്ക ഏതാണ്? ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡിന്റെ ഏറ്റവും ചെറിയത് ഇതാ. 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 200 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2500 ആ റേറ്റിൽ. ഇത് ഫ്ലവർ ഒക്കെ വന്നിരുന്ന കേട്ടോ, കായ പിടിച്ചിട്ടില്ല. ഫ്ലവർ വന്നിരുന്ന പ്ലാന്റുകളാണ് ഇരിക്കുന്നതെല്ലാം. അവിടെ വരെ ഉണ്ട്. ഇഷ്ടം പോലെ നമ്മളെ ഇതില് കായ അത് നിറച്ച് കായുണ്ട്. മദർ പ്ലാന്റ് ആക്കി നിർത്തിയത്. ഇത് ഈ സെയിം സാധനം തന്നെയാണത്? അതന്നെ, ഈ കാറ്റഗറി പെട്ടാണ്. ഓക്കെ, നമുക്ക് ആ കായ പിടിച്ചൊന്ന് കാണാൻ പറ്റുമോ? റെഡ് ഹൈബ്രിഡ് കായ പിടിച്ച കാണാം. ഈ കിളികളെ പോലൊക്കെ ഇതിനെ അകത്തുണ്ട് കേട്ടോ. കായ പിടിച്ചതാ മൊത്തം വലിയ സൈസിൽ തന്നെ ഇരിക്കുന്നുണ്ട് ജബോട്ടിക്ക. ഇത് കിളികൾ വന്ന് ശല്യപ്പെടുത്തുണ്ടാവൂലേ? അവിടെ ഉണ്ട് കേട്ടോ ജബോട്ടിക്ക നിറയെ കാഴ്ച നിൽക്കുന്നത്. റെഡ് ഹൈബ്രിഡ് അല്ലേ ഇത്? ഇത് അത്യാവശ്യം ടേസ്റ്റുള്ള സാധനം. ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ഒരുപാട് പീസ് ഇവിടെ കാണുന്നുണ്ട്. പഴുത്ത് നിൽക്കുന്ന ഇങ്ങനെ ഡെയിലി ഓരോരുത്തർ ഒന്ന് കഴിച്ച് നോക്കും. നമുക്കിപ്പോ ഇത് ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കാം? ഇതിപ്പോ നമ്മളിപ്പോ മദർ പ്ലാന്റ് ആക്കി വെച്ചിരിക്കും. കുറെ ആൾ ചോദിച്ചിട്ട് കൊടുക്കാതെ വെച്ചതാണ്. കൊടുത്തൂടെ? അത് കൊടുക്കുന്നില്ല. കാഴ്ച പ്ലാന്റ് ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുക്കാത്ത പ്ലാന്റുകളാണ്. ഇതും അതന്നെയാണല്ലോ. അതൊക്കെ തന്നെയാണ്. കാഴ്ച നിൽക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇപ്പൊ ഇതും കായ വന്നു തുടങ്ങി. അതൊക്കെ കായ വന്നു തുടങ്ങി തന്നെയാണ്. നമുക്കിപ്പോ ഇന്ന് ഇത് എത്ര രൂപ കൊടുക്കാം? ഇതൊക്കെ നമുക്കൊരു 8 രൂപ കൊടുക്കാം. 8 രൂപ കൊടുക്കാം. ഇതിലിതാ നല്ല കടവണ്ണം നല്ല ഇതുള്ള ഇതാട്ടോ, ഏജ് ആയിട്ടുള്ള നല്ല ഹെൽത്തി തന്നെയാണ്. ഇത് ഈ പ്ലാൻ ഇത്ര ഹെൽപ്പുള്ള പ്ലാന്റിന് നമ്മൾ കായ പിടിക്കും. പക്ഷെ ഇതൊന്നും കായ പിടിച്ചിട്ടില്ല. കായ പിടിച്ചത് 1-2 ഫ്ലവർ ഉണ്ടായിരുന്നു. ആ കസ്റ്റമർ കൊണ്ടുപോയതാ. ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുവച്ചാൽ മതി. മതി. ഇത് ശരിക്കും 6 മാസം കൊണ്ട് ഫ്ലവർ കായ്ക്കും. അതല്ല 2-2.5 വർഷം. ഏറ്റവും ബെസ്റ്റ് ഇതല്ലേ കൊണ്ടുപോകണം. 2500 രൂപ കൊടുക്കും. 2500 രൂപയിൽ കുറച്ച് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കൊടുക്കാം. ഈ സാധനം കടവണ്ണം കണ്ടില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. അതെ നല്ല കടവണ്ണുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് കൊണ്ടുവച്ചാൽ തന്നെ മതിട്ടോ. ഇതുപോലത്തെ കായ ഉണ്ടാവാൻ കുറച്ച്. ഞാൻ ആ ജബോട്ടിക്ക കഴിക്കാം. ജബോട്ടിക്ക ടെസ്റ്റ് ചെയ്യാണ്. ബെസ്റ്റ് ഇട്ടാ. നല്ല മധുരം, ഒരു സാധനട്ടത്. നല്ല വെള്ളമുണ്ട്, അത്യാവശ്യം ഫ്രഷ് ഒക്കെ ഉണ്ട്, സൂപ്പർ ആയിട്ട്. എന്താ അതിന്റെ തയ്യട്ടോ, അത് കൊണ്ട് വെച്ചു. 2500 രൂപ വില പറഞ്ഞത്. നമുക്കൊരു എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും, മനസ്സാക്കി തരും. ഈ സാധനമാണ് ഇപ്പൊ ഞാൻ ഇപ്പോൾ കഴിച്ചിട്ടുള്ളത്. അതിന്റെ വലിയ മരമാണ് കാണുന്നത്. സൂപ്പർ മരമാണ്. ആവശ്യക്കാർ ഉടനെ വിളിച്ചോട്ടോ. ഇത് ഒരുപാട് സ്റ്റോക്ക് ഇഷ്ടമുണ്ട്. ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. 500, 600, 700 ഒക്കെ ആയിട്ട്. ഈ സൈസിൽ തന്നെ ഒരുപാട് പേരില്ലേ? തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പിന് പോകുന്ന ചെടികളാണ്. നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഈ നിറത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഈ കളർ പിന്നെ മഞ്ഞ കളർ ഉണ്ട്. എന്റെ മഞ്ഞുണ്ട്. മഞ്ഞ സ്റ്റോക്ക് ഉണ്ടോ? മഞ്ഞുണ്ടോ? ഇതൊക്കെ നമുക്ക് ഒരു പീസ് എത്ര രൂപ കൊടുക്കാം? 50 രൂപ. 50 രൂപ കൊടുക്കാം. 50 രൂപ പറഞ്ഞാലൊക്കെ നല്ല തിക്നെസ് പ്ലാന്റ് ആണ്. 4-5 പ്ലാന്റ് ഉണ്ടാവും. 4-5 പ്ലാന്റ് എല്ലാത്തിലും ഉണ്ടാവും. എല്ലാത്തിനും 4-5 പീസ്. ഒരു കവറിൽ തന്നെ. അത് നമുക്ക് വേറെ വേറെ വെക്കാൻ പറ്റും. വേറെ പിരിച്ച് വെക്കാം. ഇങ്ങനെ ഒരു കവറിന് 50 രൂപ. അങ്ങനെ കവറിന് 50 രൂപ.